ഹായ്, ഏറെ രസകരമായ ഒരു കനേഡിയൻ അമേരിക്കൻ ചലച്ചിത്രം ഹണ്ട് ടു കിൽ. ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കഥയാരംഭിക്കുന്നത് US ബോർഡർ പട്രോൾ ഏജൻസായ ജിം റോഡ്സിനെയും ലീ ഡേവ്സിനെയും പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ടെക്സാസിന്റെ അതിർത്തി പ്രദേശത്ത് ഒരു ട്രെയിലർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന പേരിൽ അവർക്ക് റിപ്പോർട്ട് കിട്ടിയിരുന്നു. കുറച്ചു നാളുകളായി അത്തരത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഒഴിവാക്കപ്പെട്ട ട്രെയിലറുകളിൽ മയക്കുമരുന്ന് നിർമ്മാണം നടക്കുന്നു എന്നൊരു വിവരം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് പ്രധാന കാരണമായി മാറിയതോ ഒരു വെബ് സീരീസുമാണ്. ആ വെബ് സീരീസ് ഏതാണ് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റുകളിൽ പറയുമല്ലോ അല്ലേ. എന്തായാലും ട്രെയിലർ നിരീക്ഷിച്ച് അവരവിടെ കുറച്ചു നേരം തുടരാൻ തുടങ്ങി. ഈ സമയം റോഡ്സും ഡേവിസും പരസ്പരം ഫാമിലിയെ പറ്റിയും മറ്റും സംസാരിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഡേവിസ് തന്റെ സുഹൃത്തിന് ഒരു വാച്ച് ഗിഫ്റ്റ് ചെയ്യുന്നത്. സേഫ്റ്റി ഗിയറുകളൊക്കെ ധരിപ്പിച്ചിട്ടുള്ള ഒരു വാച്ചായിരുന്നു അത്. വർഷങ്ങളായി അവർ പാർട്ട്നേഴ്സ് ആണ്. അതിന്റെ ഒരു സന്തോഷത്തിനായിരുന്നു അവൻ കൂട്ടുകാരൻ ആ വാച്ച് കൈമാറിയത്. എന്തായാലും അധികം വൈകാതെ അവർ ആ ട്രെയിലർ റെയ്ഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തി. പൂർണ്ണമായ തയ്യാറെടുപ്പുകളോടെ ആയുധങ്ങൾ എന്തിക്കൊണ്ട് അവർ ആ ട്രെയിലറിനടുത്തേക്ക് എത്തിച്ചേർന്നു. ട്രെയിലറിനകത്ത് കയറി മൊത്തം ഒരുപാട് ഉപകരണങ്ങളും മയക്കുമരുന്ന് നിർമ്മാണശാലയ്ക്ക് ആവശ്യമായ എല്ലാ വസ്തുക്കളും അവിടെ അവർക്ക് നോക്കിക്കാണാമായിരുന്നു. പക്ഷേ നിരീക്ഷണത്തിൽ അവിടെ ആളുകളെയൊന്നും കാണുന്നില്ല. ആ പരിസരമൊക്കെ നിരീക്ഷിച്ചപ്പോൾ ആ വസ്തുക്കളൊക്കെ അവിടെ എത്തിച്ചിട്ട് അധിക ദിവസമൊന്നുമായിട്ടില്ല എന്നവർ തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും ട്രെയിലറിൽ നിന്ന് പുറത്തിറങ്ങി ബാക്കപ്പ് ടീമിനെ വിവരമറിയിക്കാനും ഹെഡ് ഗാർഡുകളെ വിവരമറിയിക്കാനും അവർ ശ്രമിച്ചു. അവർ മറ്റൊരു ടീം എത്തുന്നവരെ പുറത്ത് കാത്തുനിൽക്കാൻ ആരംഭിച്ചു. പെട്ടെന്നായിരുന്നു ആ ട്രെയിലറിന്റെ താഴ്ഭാഗത്ത് മയക്കുമരുന്ന് നിർമ്മാതാക്കളായിരുന്ന പയ്യന്മാർ ഉണ്ടാക്കിയിരുന്ന പാതാള അറയിൽ നിന്നും അവർ പുറത്തേക്ക് വരുന്നത്. കയ്യിൽ ആയുധവും ഏന്തിയിട്ടായിരുന്നു അവരുടെ വരവ്. പോലീസ് വരുന്നത് കണ്ടപ്പോൾ അതിനുള്ളിൽ കയറി അവർ ഒളിച്ചതായിരുന്നു. പുറത്തേക്കെത്തിയവർ ആയുധങ്ങൾ ഉപയോഗിച്ച് പോലീസുകാരെ ആക്രമിച്ചു. റോഡിന് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റിയതുകൊണ്ട് അവന് പരിക്കൊന്നുമേറ്റില്ല. പക്ഷേ ഡേവിസിന്റെ ശരീരത്തിലേക്ക് വെടിയുണ്ട തുളഞ്ഞു കയറി. പെട്ടെന്നുള്ള നീക്കത്തിൽ തങ്ങൾക്കെതിരെ തിരിഞ്ഞ ഒരു അക്രമകാരിയെ വകവരുത്താൻ റോഡിന് കഴിഞ്ഞു. വെടിയേറ്റ് വീണിരുന്നെങ്കിലും ജീവൻ ബാക്കിയുണ്ടായിരുന്ന ഡേവിസ് ആകട്ടെ അവിടുണ്ടായിരുന്ന അടുത്ത അക്രമകാരിയെയും വകവരുത്തി. അകത്ത് അപ്പോഴുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അവസാനിച്ചതും റോഡ് അകത്തേക്ക് കയറി വീണ്ടും ഒന്നുകൂടി ആ സ്ഥലം നിരീക്ഷിച്ചു. പാതാളാറ കണ്ടെത്തി അതിൽ നിന്നും പുറത്തേക്ക് വരികയായിരുന്ന ആ മയക്കുമരുന്ന് നിർമ്മാണശാലയുടെ പ്രധാന ലീഡറെ തോക്കിൻമുനയിൽ നിർത്തി. പിന്നാലെ അവനെ ബന്ദിയാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. പക്ഷെ അവൻ കയ്യിലൊരു കത്തി ഒളിപ്പിച്ചിരുന്നു. ഒട്ടും മടിച്ചില്ല. കത്തികൊണ്ട് അവൻ റോഡിനെ ആക്രമിച്ചു. പിന്നാലെ റോഡിന്റെ തോക്ക് അവൻ കൈവശപ്പെടുത്തി. റോഡിന്റെ പേഴ്സ് എടുത്ത് അതിൽ റോഡിന്റെ അഡ്രസ്സും മറ്റും നോക്കിക്കണ്ടു. അതിലെ അഡ്രസ് വായിച്ച് കാണാപ്പാടം പഠിക്കുന്ന പോലെ അഭിനയിച്ച അവൻ നിന്റെ ഫാമിലിയെ ഞാൻ നേരിട്ട് പോയി കണ്ടോളാം എന്ന മട്ടിൽ റോഡിനെ കളിയാക്കി. പിന്നാലെ റോഡിനെ വെടിവെച്ചു കൊല്ലാൻ ആ അക്രമകാരി തയ്യാറെടുത്തു. പക്ഷേ ജീവൻ ബാക്കിയുണ്ടായിരുന്ന ഡേവിസ് ഒട്ടും മടിച്ചില്ല. തന്റെ തോക്കിൽ നിന്നും അക്രമകാരിയുടെ ദേഹത്തേക്ക് നിറയൊഴിച്ച് അവനെ അങ്ങ് വകവരുത്തി കളഞ്ഞു. ഈ സമയം ആ മയക്കുമരുന്ന് നിർമ്മാണശാലയിൽ തീ പടർന്നു പിടിക്കാൻ ആരംഭിച്ചിരുന്നു. ഒരുപാട് കെമിക്കൽസ് ഒക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. എത്രയും വേഗം അതിൽ വലിയൊരു സ്ഫോടനം തന്നെ സംഭവിക്കാം. റോഡ് ഡേവിസിനെയും എടുത്ത് പുറത്തു ചാടാനുള്ള ശ്രമം നടത്തി നോക്കി. പക്ഷേ അതിനവനെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതിനുള്ള സമയവുമില്ല. റോഡിനോട് രക്ഷപ്പെടാൻ ഡേവിസ് പറഞ്ഞു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ആ കെട്ടിടം പൊട്ടിത്തെറിക്കുന്നതിന്റെ തൊട്ടുമുമ്പ് അവിടെ നിന്ന് പുറത്തേക്കെടുത്തു ചാടി രക്ഷപ്പെടാൻ റോഡിന് സാധിച്ചു. ആ സ്ഫോടനത്തിൽ ഡേവിസ് കൊല്ലപ്പെടുകയും ചെയ്തു. പിന്നീട് 4 മാസക്കാലം കടന്നുപോയിരുന്നു. ജീവിതത്തിലെ ആ വേദനകൾ പതിയെ മാഞ്ഞു തുടങ്ങിയ സമയം റോഡ് ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയിരുന്നു. കാടിനോട് ചേർന്ന ഒരു വീട്ടിലായിരുന്നു അവന്റെ താമസം. ആ ഒരു സമയത്താണ് അത് നടക്കുന്നത്. നെവാഡയിൽ വലിയൊരു മോഷണം നടന്നു. ഒരു കസിനോയിൽ മില്യൺ കണക്കിന് ഡോളേഴ്സ് വില വരുന്ന ബെയറർ ബോൺസ് മോഷ്ടിച്ച് ഒരു സംഘം കടന്നുകളയാൻ ആരംഭിച്ചിരുന്നു. പോലീസ് അവരെ ചേസ് ചെയ്യുകയാണ്. ഓഫീസേഴ്സിന് കാറിന്റെ പ്ലേറ്റ് നമ്പറും ഡിസ്ക്രിപ്ഷനും പോകുന്ന വഴിയുമൊക്കെ കൃത്യമായി കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ചേസിനിടയിൽ പെട്ടെന്നൊന്ന് സംഭവിച്ചു. അവരുടെ സിസ്റ്റം ആരോ ഹാക്ക് ചെയ്തു. അതോടെ പോലീസ് കാറുകൾ കുതുങ്ങേണ്ടി വന്നു. കള്ളന്മാരുടെ കാറാകട്ടെ മികച്ച വേഗതയിൽ മുന്നോട്ട് ചലിച്ച് അവർ മുൻകൂട്ടി തയ്യാറാക്കിയിരുന്ന വെയർഹൌസിലേക്ക് എത്തി. പോലീസ് പെർസ്യൂട്ടിൽ നിന്ന് അവർ രക്ഷപ്പെട്ടിരുന്നു. അവരുടെ ടീമംഗമായ ഒരു ഹാക്കറായിരുന്നു പോലീസ് സർവൈലൻസ് ഹാക്ക് ചെയ്ത് അവരെ രക്ഷപ്പെടാൻ സഹായിച്ചത്. എല്ലാവരും ഏറെ സന്തോഷിച്ചു. $10 മില്യൺ മൊത്തത്തിൽ അവർക്ക്
വന്നുചേരും. അവരുടെ ലീഡറായ ബാങ്ക്സിന് വലിയ സന്തോഷമായിരുന്നു. ലോസൻ എന്ന വ്യക്തിയായിരുന്നു കസിനോയിലെ ആ ബോണ്ടുകളെ പറ്റി വിവരം കൊടുത്തതും മോഷണത്തിന് വേണ്ട കാര്യങ്ങൾ അവർക്ക് പകർന്നു നൽകിയതും. ലോസണ്ണും അവരുടെ ടീമിൽ ഒരു അംഗമായിരുന്നു. ലോസണ്ണിനെ ബാങ്ക് അഭിനന്ദിച്ചു. അവർ എത്തിച്ച വാനിൽ നിന്ന് സ്യൂട്ട് കേസുകളും ബാഗുകളും അവർ പുറത്തിറക്കി. ലോസൺ പിന്നാലെ തനിക്ക് ഈ വാനിനെ നശിപ്പിച്ചു കളയേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് വാനുമായി അവിടെ നിന്ന് പോവാൻ ആരംഭിച്ചു. താൻ വൈകാതെ തിരികെ വരുമെന്നും പണം കൗണ്ട് ചെയ്ത ശേഷം നമുക്ക് വീതിച്ചെടുക്കാം എന്നുമായിരുന്നു അവൻ പറഞ്ഞത്. പക്ഷേ ലോസണിന്റെ ചതി അപ്പോൾ ആർക്കും മനസ്സിലായിരുന്നില്ല. ലോസൺ കൊടുത്ത ബാഗുകളിലൊന്നും പണമുണ്ടായിരുന്നില്ല, മറിച്ച് അതിലൊരു ബോംബ് പോലെ ഒന്ന് സ്ഥാപിച്ചിരുന്നു. പണം മുഴുവൻ ബെയറർ ബോൺസായി ലോസൺ തന്റെ കൈവശം വെച്ചിരിക്കുകയായിരുന്നു. മാത്രമല്ല, അവിടെ നിന്ന് പോയപ്പോൾ ലോസൺ ആ വെയർഹൌസിന്റെ പ്രധാന വാതിൽ അടച്ചിട്ടായിരുന്നു പോയത്. ബാങ്ക്സും സംഘവും വെയർഹൌസിന്റെ അകത്തുപെട്ടു. മരണമല്ലാതെ മുമ്പിൽ മറ്റൊന്നുമില്ല എന്നൊരവസ്ഥ അവർ മുമ്പിൽ കണ്ടു. ലോസൺ തങ്ങളെ ചതിച്ചതാണ് എന്നൊരു വിദ്വേഷം ബാങ്കിന്റെ ഉള്ളിൽ വളരുന്നുണ്ടായിരുന്നു. ഒടുവിൽ ജീവൻ പണയം വെച്ച് അവരുടെ മുമ്പിലുള്ള ബോംബ് ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടി ബാങ്ക് മുന്നിട്ട് ചെന്നു. അപ്പോഴാണ് ആ ബോംബിനോട് ചേർന്നുണ്ടായിരുന്ന മൊബൈൽ ശബ്ദിക്കുന്നത്. നെട്ടലോടെ അവർ തിരിച്ചറിഞ്ഞു ആ മൊബൈല് ആ സ്ഫോടക വസ്തു എന്ന് തോന്നിപ്പിക്കുന്ന അതുമായി കണക്റ്റഡ് അല്ലെന്ന്. ലോസണായിരുന്നു വിളിച്ചത്. ബാങ്ക് ലോസണുമായി സംസാരിച്ചു. അയാളെ കണ്ടെത്തി വളരെ ക്രൂരമായി കൊല്ലും എന്ന ദേഷ്യത്തിൽ ബാങ്ക് ലോസണോട് പറയുന്നു പോലുമുണ്ട്. അവരെ കൊല്ലാനാണ് ലോസൺ ബോംബ് തയ്യാറാക്കിയതെങ്കിലും ആ ബോംബ് പൊട്ടിത്തെറിച്ചിരുന്നില്ല. ലോസൺ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ബാങ്കാണെങ്കിൽ ലോസനെ കണ്ടെത്തി വകവരുത്താൻ തീരുമാനിച്ചിരുന്നു. സംഘത്തിലെ ഹാക്കറായ ഗാരിക്കടുത്ത് ബാങ്ക് ഉടൻ പറഞ്ഞു, എനിക്ക് അവന്റെ മേൽ മുമ്പേ ഒരു സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ ആക്സസ് കാർഡ് അവന്റെ വസ്ത്രത്തിലിട്ടിട്ടുണ്ട്. അത് വെച്ച് അവൻ എവിടെയാണെന്ന് നിനക്കിപ്പോ ട്രാക്ക് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമെന്നായിരുന്നു അവന്റെ മറുപടി. കഥ അവിടെ നിന്നും വീണ്ടും റോഡ്സിലേക്ക് പോവുകയാണ്. തന്റെ ഫാമിലിക്കൊപ്പം കാടിനോട് ചേർന്ന ഒറ്റപ്പെട്ടൊരു പ്രദേശത്ത് റോഡ്സ് സ്വസ്ഥമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡ്സിനാകെ കിം എന്ന പേരുള്ള മകൾ മാത്രമേയുള്ളൂ. കിം ഒരു റിബലായിരുന്നു. നല്ലൊരു പോലീസുകാരനാവുമ്പോൾ നല്ലൊരു പാരന്റ് ആവണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. തന്റെ മകളെ നല്ല രീതിയിൽ വളർത്താൻ റോഡിന് സാധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അന്നും പതിവ് പോലെ റോഡുമായി വഴക്കടിച്ച് കിം ടൗണിലേക്ക് പോയി. അന്ന് കുറച്ചധികം സമയം കഴിഞ്ഞ് തന്റെ ആയുധങ്ങളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കെ റോഡിനവിടുത്തെ പോലീസ് ഷെരീഫിൽ നിന്നൊരു ഫോൺ കോൾ വന്നു. കടയിൽ ചെറിയ മോഷണം ചെയ്യുന്നതിനിടയിൽ കിം പിടികൂടപ്പെട്ടുവെന്നും അവളെ ജാമ്യത്തിലെടുക്കാൻ സ്റ്റേഷനിലേക്ക് വരണം എന്നുമായിരുന്നു ഷെരീഫ് പറഞ്ഞത്. ആ സമയമാണ് അങ്ങോട്ടേക്ക് ബാങ്കും സംഘവും കടന്നുവരുന്നത്. ആ ഷെരീഫിന്റെ അതിർത്തിയിലുള്ള കാടിനുള്ളിൽ എവിടെയോ ആണ് ലോസൻ ഒളിച്ചിരിക്കുന്നത് എന്ന വിവരം ബാങ്കിനും മറ്റും കിട്ടിയിരുന്നു. തങ്ങൾ വേട്ടക്കാരാണെന്നും തങ്ങളെ കാടിനുള്ളിലൂടെ നയിക്കാൻ പറ്റിയ ഒരു ഗൈഡിനെ ആവശ്യമുണ്ട്, അത് അന്വേഷിക്കാനാണ് എത്തിയത് എന്നും പറഞ്ഞിട്ടായിരുന്നു ബാങ്ക് ഷെരീഫുമായി സംസാരിക്കാൻ തുടങ്ങിയത്. കുറച്ചു സമയം കഴിഞ്ഞ് റോഡ് നേരെ ഷെരീഫിന്റെ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. പക്ഷേ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ഷെരീഫ് കൊല്ലപ്പെട്ട് കിടക്കുന്നു. കിമ്മിനെ അവർ ബന്ദിയാക്കി വെച്ചിരിക്കുകയാണ്. സംഭവം എന്തെന്നാൽ കാര്യം ഹണ്ടേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞെത്തിയെങ്കിലും ബാങ്കിന്റെ ഫേസ് ഷെരീഫ് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയിരുന്നു. മുൻകുറ്റവാളിയായ ബാങ്കിനെ അതോടെ പിടികൂടാൻ ഷെരീഫ് ശ്രമിച്ചതോടെയാണ് ഷെരീഫിനെ അവർ വകവരുത്തുന്നത്. കിമ്മിനെ ബന്ദിയാക്കിയതും റോഡിനടുക്കൽ ബാങ്ക് വിലപേശൽ നടത്തി. തങ്ങളെ കാടിനുള്ളിലേക്ക് നയിച്ച് ആവശ്യമായ വഴികാട്ടി തന്നാൽ കിമ്മിനെ വെറുതെ വിട്ടേക്കാം എന്നായിരുന്നു ബാങ്ക് റോഡിനോട് പറഞ്ഞത്. മകളുടെ സുരക്ഷയായിരുന്നു റോഡിന് ഏറ്റവും വലുത്. അതുകൊണ്ട് തന്നെ ബാങ്ക് പറഞ്ഞ പോലെ ചെയ്യാൻ റോഡ് തയ്യാറായി. അങ്ങനെ അവർ അവിടെ നിന്നിറങ്ങി. മോഷണ സംഘത്തിലെ ഒരേ ഒരു പെൺതിരിയായ ഡൊമിനിക്കായിരുന്നു കിമ്മിന്റെ മേലുള്ള ചാർജ്. കിമ്മിന്റെ വയറിലൂടെ ഒരു കയർ കെട്ടി അവളെ ബന്ദിയാക്കി കൊണ്ടു നടക്കാൻ ഡൊമിനിക്ക ആരംഭിച്ചു. അധികം വൈകാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാടിനോട് ചേർന്ന് ലോസണിന്റെ കാറും അതിനുള്ളിൽ ബാങ്കിന്റെ കാർഡും അവർ കണ്ടെത്തുന്നുണ്ട്. കാടിനകത്തേക്ക് ലോസൺ രക്ഷപ്പെട്ടിരിക്കാം എന്ന് പൂർണ്ണമായി അവർ ഉറപ്പിച്ചു. ലോസണിനെ ട്രാക്ക് ചെയ്യാനും ഇനിയൊരു വഴിയുമുണ്ടായിരുന്നില്ല. കാടിന്റെ അകത്ത് ലോസണിനെ കണ്ടെത്തൽ മുഴുവൻ ഇനി റോഡിന്റെ കഴിവ് പോലിരിക്കും. അവർ മുമ്പിലേക്ക് സഞ്ചാരം തുടങ്ങി. ആ ഒരു സമയത്താണ് കിമ്മിനെ ബാത്റൂമിലേക്ക് ഡൊമിനിക്ക കൊണ്ടുപോകുന്നത്. കുറച്ചു കഴിഞ്ഞതും പെട്ടെന്നൊരു അലർച്ച കേട്ടു. മകളുടെ അലർച്ചയായതിനാൽ റോഡ്സ് അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. റോഡ് കണ്ട കാഴ്ച കൂട്ടത്തിലെ ക്രാഫ്റ്റ് എന്ന വ്യക്തി ഡൊമിനിക്കയെ അടിച്ചു വീഴ്ത്തി കിമ്മിനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതായിരുന്നു. അങ്ങോട്ടേക്ക് വന്ന റോഡിന് അത് കണ്ട് സഹിക്കാൻ പറ്റുമോ? റോഡ് ക്രാഫ്റ്റിനെ കടന്നാക്രമിച്ചു. 30 സെക്കൻഡിനുള്ളിൽ അവന്റെ കൈയും കാലും റോഡ്സ് ഒടിച്ചു കളഞ്ഞു.
വേദന കൊണ്ട് ക്രാഫ്റ്റ് അലറിക്കരഞ്ഞപ്പോഴേക്കും ബാങ്കും സംഘവും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ഡൊമിനിക്കയെ ക്രാഫ്റ്റ് ആക്രമിച്ചതും മറ്റും ബാങ്കിന് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഡൊമിനിക്ക ബാങ്കിന്റെ ഗേൾഫ്രണ്ടാണ്. ക്രാഫ്റ്റിന്റെ പ്രവൃത്തികൾ സംഘത്തിന്റെ തീരുമാനത്തെയും പ്രവൃത്തിയെയും എല്ലാം നശിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞ ബാങ്ക് ഒട്ടും മടിക്കാതെ അവിടെ വെച്ച് ക്രാഫ്റ്റിനെ വെടിവെച്ചു കൊന്നു കളഞ്ഞു. സമയം രാത്രിയായി. കാടിനുള്ളിൽ ഒരിടത്ത് അവര് ക്യാമ്പ് ചെയ്തു. ആ സമയം റോഡ്സ് പറഞ്ഞു, എന്റെ മകളെ ഇനി മോചിപ്പിക്കാമല്ലോ, ഞാൻ നിങ്ങൾക്ക് വഴികാട്ടിക്കോളാം, അവള് വീട്ടിലേക്ക് രക്ഷപ്പെട്ടു പൊക്കോട്ടെ. പക്ഷെ അത് കൂട്ടത്തിലെ ജെൻസൺ എന്ന വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടില്ല. ജെൻസൺ റോഡിനെ നോക്കൌട്ട് ചെയ്തു വീഴ്ത്തി. ഗുഡ് നൈറ്റ് എന്ന് പറയുകയും ചെയ്തു. പിറ്റേന്ന് പുലർച്ചെ വീണ്ടും അവർ യാത്ര ചെയ്യുകയാണ്. യാത്രാമധ്യേ ഒരു മാപ്പിന്റെ കഷ്ണവും ക്യാമ്പ് ചെയ്തതിന്റെ അടയാളങ്ങളും ഭക്ഷണ വേസ്റ്റുകളുമൊക്കെ അവർ കണ്ടെത്തി. തങ്ങൾ പോകുന്നത് യഥാർത്ഥ പാതയിലാണെന്നും ലോസൺ ഈ ഭാഗത്തുകൂടെ എവിടെയോ സഞ്ചരിച്ചിട്ടുണ്ട് എന്നും അതോടെ അവർ മനസ്സിലാക്കി. മുമ്പോട്ടുള്ള യാത്രയിൽ വളരെ ഞെട്ടിക്കുന്നൊരു കാഴ്ചയും അവർ കണ്ടു. ലോസണിനെതിരെ വന്നതുകൊണ്ടാകണം അവിടുത്തെ ഗാർഡായ റോഡിന്റെ സുഹൃത്തായ ഒരു വ്യക്തി കൊല്ലപ്പെട്ട് കിടക്കുന്നു. അവന്റെ ആയുധങ്ങളും മിസ്സിംഗ് ആണ്. ഒരുപക്ഷെ ലോസൺ അത് കൈവശപ്പെടുത്തിയിരിക്കാം എന്നവർ കണക്കുകൂട്ടി. വീണ്ടും ട്രാക്ക് ചെയ്ത് അവരുടെ സഞ്ചാരം മുന്നിലേക്ക് തുടർന്നു. ഒടുവിൽ ഒരു വെള്ളച്ചാട്ടത്തിന് സമീപമായി പരിക്കേറ്റ് ഇരുന്നിരുന്ന ലോസനെ അവർ കണ്ടെത്തി. റോഡിന്റെ സുഹൃത്ത് കൊല്ലപ്പെടുന്നതിന് മുമ്പ് ലോസനെതിരെ ശക്തമായി ഫൈറ്റ് ചെയ്തിരുന്നു എന്നതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ടായിരുന്നു. ലോസൺ കൊല്ലപ്പെടുന്നതിന് മുമ്പ് പണം എവിടെയെന്ന് ബാങ്കും മറ്റുള്ളവരും അയാളെ ചോദ്യം ചെയ്തു. പക്ഷേ അതിനെപ്പറ്റി പറയാൻ അയാൾ കൂട്ടാക്കുന്നേയുണ്ടായിരുന്നില്ല. പോരാത്തതിന് ബാങ്കിനെയും സംഘത്തെയും അയാൾ വലിയ തോതിൽ കളിയാക്കുകയും ചെയ്തു. രോഷം മിരച്ചു കയറിയ ഡൊമിനിക്ക ലോസണിനെ വെടിവെച്ചു കൊന്നു. ഇനി എന്താ ചെയ്യുക എന്നവർക്കാർക്കും ഒരു പിടുത്തമുണ്ടായിരുന്നില്ല. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന പോലെ റോഡിനും തോന്നി. കിമ്മുമായി ചേർന്ന് മോളെ രക്ഷപ്പെടുത്താൻ വേണ്ട ഒരു പദ്ധതി റോഡ് ആവിഷ്കരിക്കാൻ തുടങ്ങി. ആ സമയമാണ് ബാങ്കിന്റെ കണ്ണിൽ ഒന്നുപെടുന്നത്. ലോസൺ കൊല്ലപ്പെട്ട് കിടന്ന ആ വെള്ളച്ചാട്ടത്തിന്റെ സമീപം വെള്ളച്ചാട്ടത്തിന്റെ താഴ്വാരത്തായി ഒരു ബാഗ് കിടക്കുന്നു. ഒരുപക്ഷെ അതിലായിരിക്കാം ബോണ്ടുകൾ ഉണ്ടായിരിക്കുക. അത് കൈവശപ്പെടുത്തണം. പക്ഷേ വളരെ വലിയ മലഞ്ചെരിവാണ്. അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെല്ലൽ എക്സ്പീരിയൻസ് അല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ജീവൻ നഷ്ടപ്പെടുന്ന കാര്യവും. ഒടുവിൽ ആ ടാസ്കും വന്നെത്തിയത് റോഡിന്റെ നേരെയായിരുന്നു. മകളുടെ ജീവന്റെ കാര്യമായതുകൊണ്ട് റോഡ് ആ റിസ്ക് ഏറ്റെടുത്തു. താഴേക്കിറങ്ങി. ബാങ്കിന് പണം കിട്ടിയാൽ തങ്ങളെ മോചിപ്പിക്കും, അതുകൊണ്ടത് ചെയ്യാൻ മകളും റോഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോഡ് കഷ്ടപ്പെട്ട് താഴെ ഇറങ്ങി ബാഗ് കൈവശപ്പെടുത്തി. പക്ഷേ ബാഗുമായി മുകളിലേക്ക് കയറി ചെന്ന് ബാഗ് ബാങ്കിന് കൈമാറിയതും ബാങ്ക് ഒട്ടും മടിക്കാതെ റോഡിനെതിരെ വെടിയുതിർത്തു. കയറുപൊട്ടി റോഡ് നേരെ താഴെയുണ്ടായിരുന്ന വെള്ളച്ചാട്ടത്തിലേക്ക് പതിച്ചു. പക്ഷേ കിമ്മിനെ അവർ ഒന്നും തന്നെ ചെയ്തില്ല. കനേഡിയയിലേക്ക് ബോർഡർ വഴി, അതായത് കാടിനപ്പുറം താണ്ടി രക്ഷപ്പെടാനായിരുന്നു അവരുടെ പദ്ധതി. കിമ്മിന് കാട് പരിചിതമാണ്. കിമ്മിനെ ഉപേക്ഷിച്ച് കനേഡിയൻ ബോർഡറിലേക്ക് എത്തിച്ചേരാം എന്ന് ബാങ്ക് കണക്കുകൂട്ടി. തന്റെ അച്ഛനെ ആക്രമിച്ചവർക്കെതിരെ ക്ഷമിക്കുവാൻ കിമ്മിന് സാധിക്കുന്നേയുണ്ടായിരുന്നില്ല. പക്ഷേ ജീവൻ നിലനിർത്തണം. അവർ പറയുന്നത് അനുസരിക്കുകയേ കിമ്മിന് വഴിയുണ്ടായിരുന്നുള്ളൂ. കിം അതുകൊണ്ട് തന്നെ അവർക്ക് വഴികാട്ടാൻ തുടങ്ങി. ഇതിനിടയിൽ കൂട്ടത്തിലെ ഹാക്കർ കിമ്മിനോട് ഫ്ലേട്ട് ചെയ്യാനൊക്കെ ചെന്നെങ്കിലും കിം അതിനോട് രൂക്ഷമായി പ്രതികരിച്ചു. അതിൽ ദേഷ്യം തോന്നിയ ഹാക്കറാകട്ടെ കിമ്മിനെ അടിക്കുകയാണ്. ഡൊമിനിക്ക ഉടൻ അതിലിടപെട്ടു. ഒരു കാര്യവുമില്ലാതെ ഒരു പെണ്ണിനെ അങ്ങനെ ഉപദ്രവിക്കുന്നത് ഡൊമിനിക്കയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഡൊമിനിക്ക ഹാക്കറിനെ കടന്നാക്രമിച്ചിടിച്ചു. അടികൊണ്ടവൻ താഴെ വീണു. പിന്നാലെയാണ് ബാങ്ക് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. കൂട്ടത്തിലൊരാൾ കുറയുന്നത് കുറച്ച് നല്ല കാര്യമാണ് എന്ന ഭാവമായിരുന്നു പണം കിട്ടിയതോടെ ബാങ്കിനുണ്ടായിരുന്നത്. ബാങ്ക് ഹാക്കറെ അങ്ങ് വകവരുത്തി കളഞ്ഞു. ഇതേസമയം വെള്ളത്തിലേക്ക് വീണെങ്കിലും റോഡ് കൊല്ലപ്പെട്ടിരുന്നില്ല. ഒരു തരത്തിൽ അവൻ കരയിലേക്ക് കയറി വന്നു. വയറിൽ ബുള്ളറ്റ് തുളഞ്ഞു കയറിയിരുന്നു. ഒരു തരത്തിൽ അതൊക്കെ അവൻ മാനേജ് ചെയ്തു. പിന്നാലെയാണ് നേരത്തെ കൊല്ലപ്പെട്ട റോഡിന്റെ സുഹൃത്തിന്റെ ബാക്ക് പാക്ക് റോഡ് കണ്ടെത്തുന്നത്. അതിനകത്തൊരു ക്രോസ് ബോ ഉണ്ടായിരുന്നു. പക്ഷേ അമ്പുകളൊന്നുമില്ല. പിന്നാലെ ആവശ്യമുള്ള അമ്പുകൾ സ്വന്തമായ രീതിയിൽ റോഡ് നിർമ്മിച്ചെടുത്തു. ബാങ്ക് ഉപേക്ഷിച്ചു പോയ ഹാക്കറായ ഗ്യാരിയായിരുന്നു റോഡിന്റെ ആദ്യത്തെ ലക്ഷ്യമായി മാറിയത്. ഗ്യാരിയെ റോഡ് ആദ്യമേ അങ്ങ് വകവരുത്തി കളഞ്ഞു. റോഡിന്റെ അടുത്ത ഇര സംഘത്തിലെ ജെൻസൺ ആയിരുന്നു. ഒന്ന് പുകവലിക്കാൻ ജെൻസൺ സംഘത്തിന് പിന്നിൽ കുറച്ചായി ഒന്ന് നിന്നപ്പോഴായിരുന്നു റോഡ് അങ്ങോട്ടേക്കെത്തി അവനെ കടന്നാക്രമിച്ചത്. ഗ്യാരിയെപ്പോലെ റോഡിന് അവനൊരു ഈസി ടാർഗറ്റ് ആയിരുന്നില്ല. ശക്തനായ ഫൈറ്ററായ ജെൻസനുമായി റോഡിന് കനത്ത ഏറ്റുമുട്ടൽ തന്നെ നടത്തേണ്ടി വന്നു.
ഏറ്റവും ഒടുവിൽ റോഡ് തന്നെ ജെൻസന്റെ ജീവൻ എടുത്തു. പിന്നെ ബാക്കിയായത് ബാങ്കും ബാങ്കിന്റെ ഗേൾഫ്രണ്ട് ഡൊമിനിക്കയും കിമ്മും മാത്രമായിരുന്നു. ബാങ്ക് ജെൻസനായി ഒരുപാട് അവിടെ വിളിച്ച് അന്വേഷിച്ചെങ്കിലും ജെൻസനെ കാണുന്നേ ഉണ്ടായിരുന്നില്ല. അതോടെ തന്റെ അച്ഛൻ മരിച്ചിട്ടില്ല എന്നൊരു പ്രതീക്ഷ കിമ്മിന്റെ ഉള്ളിലേക്ക് വന്നു. അങ്ങനെ അവർ മുമ്പിലേക്ക് യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. കനേഡിയൻ ബോർഡർ പോയിന്റിന്റെ ഭാഗത്തേക്ക് വരെ അവർ എത്തിച്ചേർന്നു. റോഡിന്റെ അടുത്ത ലക്ഷ്യം ഡൊമിനിക്കയായിരുന്നു. ഡൊമിനിക്കയെ റോഡ് വകവരുത്തി. പിന്നാലെയാണ് ബാങ്ക് റോഡിനെ വകവരുത്താനായി ശ്രമിക്കുന്നത്. കല്ലിൽ നിന്ന് തെന്നി വീണ് റോഡിന് പരിക്കേറ്റെങ്കിലും റോഡ് എഴുന്നേറ്റ് വന്നു. കിമ്മിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അവളെ ബന്ദിയാക്കി കനേഡിയൻ ബോർഡർ താണ്ടി രക്ഷപ്പെടാൻ അവൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ബോർഡർ താണ്ടി എത്തിയതും ബാങ്ക് അവിടെ ഒരു റെസ്ക്യൂ ക്യാബിനും കനേഡിയൻ പട്ടാളക്കാരെയും കണ്ടു. 3 പേരുണ്ടായിരുന്നു. ബോർഡർ ചെക്ക് പോസ്റ്റിൽ വർക്ക് ചെയ്യുന്നവരാണ് അവർ. അങ്ങോട്ടേക്ക് കടന്നെത്തിയ ബാങ്ക് ഒട്ടും മടിച്ചില്ല. അവർക്കെതിരെ വെടിയുതിർത്ത് അവരെ താഴെ വീഴ്ത്തി. അവരുടെ കയ്യിൽ ATVകൾ ഉണ്ടായിരുന്നു. കിമ്മിനെ അടിച്ചു വീഴ്ത്തി ബോധരഹിതയാക്കി അതിലൊരു ATV എടുത്ത് ബാങ്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. ഇതേസമയം അവർക്ക് പിന്നാലെ റോഡ് പാഞ്ഞെത്തുന്നുണ്ടായിരുന്നു. ബാങ്ക് ചെയ്ത പ്രവൃത്തികൾ നോക്കിക്കണ്ട അവൻ അടികൊണ്ട് താഴെ വീണ മകളെ വിളിച്ചുണർത്തി. പോലീസുകാർക്ക് വേണ്ട സഹായം ചെയ്യാൻ പറഞ്ഞ ശേഷം ഒരു ATV എടുത്ത് ബാങ്കിന് പിന്നാലെ വെച്ചുപിടിച്ചു. ഒടുവിൽ അവിടുള്ള ഒരു ഫാക്ടറിയോട് ചേർന്ന ഭാഗത്ത് വെച്ച് ബാങ്കും റോഡും ഏറ്റുമുട്ടുകയാണ്. ഏറ്റുമുട്ടലിനിടയിൽ അങ്ങോട്ടേക്ക് കിമ്മും വന്നെത്തിയിരുന്നു. ഒരു ATV കൊണ്ടായിരുന്നു അവൾ വന്നത്. അതേ ATV ഉപയോഗിച്ച് ബാങ്കിനെ റോഡ് വകവരുത്തി കളഞ്ഞു. പിന്നാലെ റോഡും മകളും അവിടെ നിന്ന് തിരികെ പോവാൻ ആരംഭിച്ചു. ATVകളൊക്കെ നശിച്ചു പോയതുകൊണ്ട് അവർക്ക് പിന്നെ അവിടെ നിന്ന് നടന്നു പോവണമായിരുന്നു. മാത്രമല്ല ബാങ്കിന്റെ കയ്യിലുണ്ടായിരുന്ന പണത്തിന്റെ ബോണ്ടുകൾ റോഡിന് കിട്ടുകയും ചെയ്തു. ആവശ്യത്തിലധികം പണം അവരുടെ കയ്യിൽ വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ കിമ്മിന് ഒന്നിനു വേണ്ടിയും മോഷ്ടിക്കേണ്ടതും അച്ഛനുമായി വഴക്കിടേണ്ടതുമായ അവസ്ഥ പോലുമില്ല. സന്തോഷത്തോടെ അവർക്ക് ജീവിക്കാൻ സാധിക്കും എന്ന സൂചനകളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.